ഡോക്ടർ അരുൺ ബി നായർ, നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഒന്ന്, ഒരു സെലിബ്രിറ്റി പരിവേഷം ലഭിക്കുന്നതിനായി ഇത്തരം സോഷ്യൽ ഇടങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സെലിബ്രിറ്റി പരിവേഷം ലഭിക്കുകയാണെങ്കിൽ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു തന്നെ മുന്നോട്ട് പോകാം എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങളെയും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നിയമമാണ്. ഇവിടെ നിയമത്തിൻ്റെ അപര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ അപവാദ പ്രചാരണങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. നിയമം അല്പം കൂടി കർശനമാകുകയും ഒരു പരിധിവരെ പോലീസിൻ്റെ സൈബർ സെല്ലിൻ്റെ നിരീക്ഷണം കൃത്യമായി ഉണ്ടാകുന്നു, തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മോശം കമൻ്റ് ഇടുകയാണെങ്കിൽ പിടിക്കപ്പെടും എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നാൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം നമ്മളുടെ ഏറ്റവും ഒടുവിലത്തെ ചില പഠനങ്ങൾ സൂചിപ്പിച്ചത് ഈ കോവിഡ് കാലത്തിന് ശേഷം 50% വർധനവാണ് ഈ സൈബർ ബുള്ളിയിങ് ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നു എന്നുള്ളത് ഇനിയും തുടർ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു നിയന്ത്രണമുണ്ട്, നിയന്ത്രണം കൊണ്ടുവരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ മാറ്റാവുന്ന കാര്യം തന്നെയല്ലേ? ഇത്തരത്തിലുള്ള സംഗതികൾക്ക് വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു എഡിറ്റർഷിപ്പ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി ചില നിയന്ത്രണങ്ങൾ പാലിച്ചു മാത്രം അതിന്റെ കണ്ടന്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഏതൊരു പത്രത്തിന്റെ അതേ രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു മുഖ്യധാരാ മാധ്യമത്തിന്റെ രീതി. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു എഡിറ്റർഷിപ്പോ സെൻസർഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇപ്പൊ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചില നടപടികൾ ഉണ്ടാകാൻ സാധിക്കുന്നു. പക്ഷേ ഈ വിഷയങ്ങളുടെ താഴെ കമന്റ് ഇടുന്നതിനെ കുറിച്ച്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച്, അത് വംശീയ അധിക്ഷേപമോ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളോ ലൈംഗിക അതിക്രമത്തിന്റെ പട്ടികയിൽ പെടുത്താവുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ആണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു നിയമ നടപടികൾ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നൊരു നിയമവും മറ്റും നിലവിലുണ്ടെങ്കിൽ പോലും നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും നിയമ സംവിധാനങ്ങൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാലും ഈ ഒരു ഫേക്ക് അക്കൗണ്ട് തരുന്ന ഒരു അനോണിമിറ്റി, അതായത് എന്റെ സ്വത്വം ആരും തിരിച്ചറിയില്ല, എനിക്ക് രഹസ്യമായിട്ടിരുന്നു കൊണ്ട് മറ്റൊരുത്തനെ കല്ലെറിഞ്ഞ് ആസ്വദിക്കുന്ന ആ ഒരു മനോഭാവം പോലെയാണ് ഇത്തരത്തിലുള്ള ഈ ഫേക്ക് ആയിട്ടുള്ള ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് കമന്റുകൾ. അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ ഗൂഗിളിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രൊഫൈലിന്റെ താഴെ ഇതേപോലെ ഫേക്ക് ഐഡികൾ സൃഷ്ടിച്ച് കമന്റുകൾ എഴുതുന്നതാകാം, ഇൻസ്റ്റാഗ്രാമിൽ കമന്റുകൾ എഴുതുന്നതാകാം, യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റുകൾ എഴുതുന്നതാകാം. നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലൊരു 99% ഫേക്ക് ആയിട്ടുള്ള ഐഡികളാണ്, താൽക്കാലികമായി സൃഷ്ടിക്കപ്പെടുന്ന ഐഡികളാണ്, ആ നിമിഷത്തേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഐഡികളാണ്. ഈ പറഞ്ഞ കുറെ പുലഭ്യം എഴുതി വെച്ചതിന് ശേഷം ഒരുപക്ഷെ ഐഡി ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാരാണ് എന്ന് ട്രേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. കുറച്ചുനാൾ മുൻപൊക്കെ ഈ ഇന്റർനെറ്റ് കഫേകളിൽ ചെന്നിരുന്നു കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്ത് പോകുന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. അപ്പോ ഈ ഏത് യന്ത്രത്തിൽ നിന്നാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ട്രേസ് ചെയ്ത് വന്നാൽ പോലും ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാപ്ടോപ്പിൽ നിന്നോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ സംഭവിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യം, ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ആ വ്യക്തി പറയുന്ന അഭിപ്രായം നമുക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ സാമൂഹ്യ അംഗീകാരം നേടുന്നു എന്ന സംഗതിയോടുള്ള അസഹിഷ്ണുതയാകാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പോ ഇന്ന് വിവാദ വിഷയമായ ഒരു വിഷയത്തില് ഒരു വ്യക്തി ബന്ധത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നാണ് ഇപ്പോ വാർത്തകളിൽ കാണുന്നത്. ഒരു ബന്ധം ബ്രേക്കപ്പ് ആയപ്പോൾ അതിനെ തുടർന്ന് ഉണ്ടായ ഒരു സൈബർ ബുള്ളിയിങ് എന്നുള്ള തരത്തിലാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴും ഇത് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഏത് കുറ്റകൃത്യത്തിന്റെയും കാര്യത്തിൽ എന്നതുപോലെ ഉടനടി കേസെടുക്കുകയും എത്രയും പെട്ടെന്ന് വിചാരണ നടക്കുകയും മാതൃകാപരമായ ശിക്ഷ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്താൽ ഈ ട്രെൻഡിനൊരു മാറ്റം വരും എന്നുള്ളത് സംശയമില്ല. പക്ഷെ അത് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ കണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ അശ്ലീല സംപ്രേഷണം നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ 67A പ്രകാരം ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാം. അത് ആ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിയുടെ ഇതാണ്. പക്ഷെ അതിന്റെ താഴെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ എടുക്കാനായിട്ട് കുറച്ച് പരിമിതികൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഫേക്ക് ID ഉപയോഗിച്ചാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
പിന്നെ രണ്ട്, ഈ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ നിയമ സംവിധാനങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പോലീസുകാരുടെ അല്ലെ നിയമപാലകരുടെ എണ്ണം ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും ജനസംഖ്യാനുപാതികമായിട്ട് നിയമപാലകരുടെ എണ്ണം കൂടുതലുള്ളപ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നിയമപാലനം സാധ്യമാകുമ്പോൾ ഇവിടെ അത് കഴിയാതെ വരും. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ നിയമപാലന മേഖലയിലുള്ള ആളുകൾക്ക് ഉള്ള സൈബർ അവയർനെസ് പറഞ്ഞൊരു സംഗതിയാണ്. അപ്പൊ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സൈബർ അവയർനെസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതില്ല എങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നതെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമെന്ന്. അവരൊരുപക്ഷെ ഇതെല്ലാം നിങ്ങൾ പിള്ളേര് സമയം കൊയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ നിർത്തിയിട്ട് പോയിരുന്ന് 2 വരി പഠിച്ചുകൂടെ എന്ന മട്ടിൽ ഇതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ സൈബർ ബുള്ളിയിങ് ഉണ്ടായ ഒരാൾക്ക് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകും, അതിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകും എന്നൊരു ബോധ്യം വന്നാൽ അവർക്ക് സധൈര്യം സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ ഈ അനോണിമസ് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ആരെയും എന്തും പറയാം, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം അത് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അവസാന പ്രശ്നമായിട്ട് തുടരും എന്നുള്ളതാണ് സത്യം.